വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് 2026 ഈ ഫുട്ബോളിൽ ഏറ്റവും മികച്ച സ്ക്വാഡാണ് ഗൈസ്. ഇതാണ് സ്ക്വാഡ് ഇട്ടുന്നത്. നമ്മൾ ഇപ്പം നിലവിൽ ഏറ്റവും അടിപൊളിയായിട്ട് 2026 നന്നായി നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ, പിന്നെ ഫ്രണ്ട്ലി മാച്ചിനെ നന്നായിട്ട് ഉപകരിക്കാൻ പറ്റും. കാരണം പെട്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാതൊരു അറ്റാക്കൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നന്നായി നമുക്ക് ഈ ഫുട്ബോൾ 2025 26 ഒരു സ്കില്ല് പറഞ്ഞാൽ ത്രൂവിന് നല്ല പ്രാധാന്യമുണ്ട്. ത്രൂ പാസിന് നല്ല സ്കില്ല്, ത്രൂ പാസ് എന്നത് അതിന് നല്ല പവർ കൂട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇത് ഇത്ര ഇതാവുന്നത്. കാരണം ഇത് മെയിനായി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ത്രൂ പാസ് ആണ്. നമ്മളതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത്, ഇതാണ് ഇതിൻ്റെ ഗ്രാഫ്. ഇതേപോലെ തന്നെ കറക്റ്റായി ചെയ്യണം. കീപ്പർ തൊട്ട് തുടങ്ങാം. കീപ്പർ അറ്റാക്ക് കീപ്പർ ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ അറ്റാക്ക് കീപ്പേഴ്സിനാണ് കുറച്ചും കൂടി ഇതാവുക. കാരണം ഡിഫൻസ് പെട്ടെന്ന് പൊട്ടുന്നുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അറ്റാക്ക് കീപ്പർ എടുത്താൽ അവർ മുമ്പ് ഡിഫൻസ് പൊളിഞ്ഞ അപ്പം തന്നെ മുമ്പ് വന്ന് പന്ത് ഇഞ്ച് ചെയ്യുന്നതാണ്. നന്നായിട്ട് അവയർനെസ് ഉള്ള കീപ്പറെ തന്നെ ആക്കണം. പൊടിയാഘോഷമാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഒരു ഡെസ്ട്രോയറും എപ്പോഴും എപ്പോഴത്തെ അടിപൊളി കോംബോ തന്നെയാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതാണ്. ഒരു ഡെസ്ട്രോയറും ഒരു ബിൽഡപ്പ് സിബിയും. ഇതിലാണ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. എല്ലാ ബെസ്റ്റ് തൊട്ടേ ഇങ്ങനെ തന്നെയാണ് ഈ ബെസ്റ്റ് കോംബോ. പിന്നെ ഒരു ഹെൽവി ഡിഫെൻസീവ്, ആർബിയും ഡിഫെൻസീവ് തന്നെ ആക്കുക. കാരണം ഇപ്പോൾ ഡിഫെൻസ് പൊളിയുന്നുണ്ട്. അതുകൊണ്ട് LB ഒറ്റക്കെട്ട തന്നെ മിക്ക ആളത്തുണ്ടാവും. അല്ലെങ്കിൽ ഒരു ഡിഫെൻസീവ് ഏതെങ്കിലും ഇടുക. പിന്നെ ഞാനിടാൻ ഈ കൊണ്ട 99 പക്ഷേ ഒരു നല്ല രീതിയിൽ നല്ല പെർഫോമൻസ് നമുക്ക് തരുന്നുണ്ട്. എൻ്റെ ആവശ്യമുള്ള സമയത്ത് മുമ്പൊക്കെ ഇങ്ങനെ എന്നിട്ട് പാസ്സൊക്കെ നൽകി നല്ല ആക്യുറേറ്റായ പാസ്സുകൾ നൽകുന്നുണ്ട്. പിന്നെ ഡിഫെൻസീവാണ്, അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിവിടെ കൊണ്ടനെ ഇട്ടത്. പിന്നെ നമ്മൾ ഡെസ്ട്രോയർ മുമ്പ് കയറി ചെല്ലുമ്പോൾ ബാക്കൊക്കെ ഇറങ്ങി വരാണ്ട് ഒരു ആങ്കർമാൻ ഇവിടെ ഇടുക. പിന്നെ ഇവിടെ നമ്മൾ ബിൽഡപ്പിൻ്റെ നേരെ മുമ്പിൽ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ തന്നെ ഇടണം. അല്ലെങ്കിൽ ഒരു ഓർക്കസ്ട്രേറ്ററോ ആരെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ ബിൽഡപ്പ് പറഞ്ഞാൽ അധികം മുമ്പോട്ട് വരാതെ ആ ലൈനിൽ തന്നെ കറക്റ്റ് നിൽക്കുന്നവരാണ്. അപ്പോൾ ക്രിയേറ്റീവ് പ്ലേ മേക്കറാണെങ്കിൽ കറക്റ്റ് പൊസിഷനിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത് പോയിക്കോളും. അപ്പോൾ അങ്ങനെ തന്നെ ആക്കുക. പിന്നെ ഇപ്പോൾ കണ്ട പോലെ 2 AMFും ഒരു SS-ഉം ഒരു CF-ഉം. അപ്പോൾ ആദ്യത്തെ ഒരു AMF എന്തായാലും നിർബന്ധമായും ഹോൾ പ്ലെയറാണ്. കാരണം ഇപ്പോൾ ഹോൾ പ്ലെയർ എന്ന പ്ലേ സ്റ്റൈൽ വളരെ പ്രാധാന്യമാണ്. കാരണം ഗോൾ പൗച്ചർ എത്തുന്നതിന് മുമ്പ് തന്നെ ഹോൾ പ്ലെയർ എത്തുന്നുണ്ട്. നല്ല സ്പീഡിൽ ഹോൾ പ്ലെയറാണ്. ഇപ്പോൾ പറയും വേണ്ട, അത്രയ്ക്കും പൊളിയാണ് ഗൈസ്. പിന്നെ AMF ഒരു നമ്പർ 10 ക്ലാസിക് നമ്പർ 10 അല്ലെങ്കിൽ ഹോൾ പ്ലെയറോ ആയാലും മതി. ആ ക്ലാസിക് നമ്പർ 10 ഇപ്പോൾ തിരഞ്ഞെടുത്തത്. കാരണം ഒരു പ്ലേ മേക്കറെ ഇതും കാഴ്ചവെക്കും, ഒരു ഹോൾ പ്ലെയറെ ഇതും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് അവർ കളിക്കല്. അതുകൊണ്ടാണ് റിവാൾഡോനെ ഇവിടെ ഇടാൻ ആക്കിയത്. പിന്നെ നമ്മൾ SS ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ തന്നെ ആകണം. പിന്നെ നിങ്ങളതിൽ നന്നായിട്ട് കേൾ ചെയ്യാനും ഷൂട്ട് ചെയ്യാനും ഒക്കത്തിനും പറ്റുന്ന, നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യാനും നന്നായിട്ട് ബോൾ ഹോൾഡ് ചെയ്യാനും എനിക്ക് ഡ്രിബിൾ ചെയ്യാൻ പറ്റുന്ന അത്ര വിശ്വസ്തമുള്ള ഒരു ഇതുണ്ടാവില്ല. ഇന്ത്യയിലിപ്പോൾ വെസ്ലി സ്നൈഡറാണ്. അവനെ എനിക്കെന്തായാലും നല്ലോണം ഉപയോഗിക്കുന്ന അതുകൊണ്ടാണ് ഞാനവിടെ ഇട്ടത്. അപ്പോൾ തന്നെയാണ് അവനവിടെ ഇടാനുള്ള കാരണം. നന്നായിട്ട് ഡ്രിബിൾ ചെയ്യാനും കഴിയണം, നന്നായിട്ട് ത്രൂ പാസ് കൊടുക്കാൻ കഴിയണം. ഈ മുമ്പത്തെ 3 ആൾക്ക് ത്രൂ പാസ് കൊടുക്കാൻ കഴിയണം. പിന്നെ നിങ്ങൾ CMFന് ത്രൂ പാസ് കഴിയണം. പിന്നെ വൺ ടച്ച് പാസ് എന്ന സ്കില്ല് എല്ലാവർക്കും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ 3 ആൾക്ക് വൺ ടച്ച് പാസ് എന്ന് പറഞ്ഞ സ്കില്ലുണ്ടെങ്കിൽ നല്ലതാണ്, വളരെ നല്ലതാണ്. കാരണം ഇപ്പോൾ അതിനൊക്കെ പ്രാധാന്യം, അതിൻ്റെ പവർ ഭയങ്കര കൊനാമി കൂട്ടിയിട്ടുണ്ട്. നമുക്കൊന്നും കിരുത്താതെ നിലയിലാണ് കൂട്ടിയത്. നമ്മൾ കളിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ.
പിന്നെ സി എഫിൽ വരുമ്പോൾ എന്തായാലും നിങ്ങൾ സ്പീഡി പ്ലെയർ എംബാപ്പിനെ പോലെ എംബാപ്പെ തന്നെ എല്ലായിടത്തും ഉണ്ടാവും. ഞാൻ എൻ്റെ ഫോർലാനെയും ക്രിസ്ത്യാനോയും ഓവനെയും കയറ്റിയിട്ട് ഓവനെ സബ്ബിടും. ഓവന് സൂപ്പർ സബ്ബാണ്. ഓവനും അത്യാവശ്യം നല്ല സ്പീഡി പ്ലെയറാണ്. ഇവർ രണ്ടാളായിട്ട് കളിപ്പിക്കൽ. ഇവൻ ഇടയ്ക്കൊക്കെ ഷിയാറിനെ ഫോർലാനെ ഇറക്കലുള്ളൂ ഇപ്പോൾ. കാരണം ഇപ്പോൾ എംബാപ്പിൻ്റെയൊക്കെ റേഞ്ച് വേറെയാണ്. ത്രൂ പോസിന് മണ്ടി പിടിക്കാൻ കിട്ടില്ല. എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും കളിച്ചാലൊക്കെ അങ്ങോട്ട് അറിയണ വിഷയമാണ്. അതുകൊണ്ട് നിങ്ങൾ എംബാപ്പിനെ തന്നെ ഇടാൻ ശ്രമിക്കുക. പിന്നെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നിർബന്ധമായി ഇടേണ്ടത് റോഡ്രിക്ക് ആങ്കറിങ് നിങ്ങൾ നിർബന്ധമായും ഇടേണ്ടതാണ്. പിന്നെ നമുക്ക് ക്ലാസിക് നമ്പർ 10 ഒരു അറ്റാക്കിങ് കൊടുക്കണം. പിന്നെ കൗണ്ടർ ടാർഗറ്റായി വിസ്ലിക് സ്നൈഡറും. പിന്നെന്താന്ന് വെച്ചാൽ സിഎംഎഫ് അറ്റാക്കിങ് പ്ലെയർ അങ്ങോട്ട് കുഴപ്പമില്ല. നമ്മളെ ഡിഫൻസ് പുൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഡിഫൻസ് നന്നായിട്ട് പുൾ ചെയ്യുന്നവർക്കാണെങ്കിൽ ഡീപ്പ് ലൈൻ ഇടുക. അല്ലാത്തവർക്ക് പിന്നെ ഓക്കെയാണ്. നിങ്ങളിതും പറഞ്ഞ 2 അറ്റാക്കേഴ്സ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മളെ ഇൻസ്ട്രക്ഷൻസ് ഡിഫൻസ് പുൾ ചെയ്യുകയാണെങ്കിൽ സ്കോൾസല്ല ക്രിയേറ്റീവ് പ്ലേ മേക്കർ ഇട്ടെടുത്താൽ മതി. പിന്നെ എന്താ വെച്ചാൽ അപ്പോൾ നമുക്ക് ഇതിന് ഗെയിം പ്ലേ ഒന്ന് കണ്ടുനോക്കണം അല്ലേ? എന്നാലല്ലേ നിങ്ങൾക്കൊന്ന് മനസ്സിലാവുള്ളൂ. നമുക്ക് ഗെയിം പ്ലേ കണ്ടുനോക്കാം അല്ലേ? എന്നാൽ നിങ്ങൾ പോയി കാണാം. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. And on we'll go. ഇത്രയൊക്കെ അടിപൊളി പെർഫോമൻസാണ്. ഇതിൽ നല്ല വിഷ്വൽസൊന്നും നിങ്ങൾ കണ്ടതിനേക്കാൾ അടിപൊളി മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ല, ക്ഷമിക്കണം. അതുകൊണ്ട് നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്. ബൈ.